കല്ലെടുത്തെറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ടായില്ലേ? നല്ല മൃഗങ്ങളെ കീഴ്പ്പെടുത്തുക. അപ്പം കല്ലെടുത്തെറിയുക, പിന്നെ ഒരു പടി വെട്ടുക. ഇപ്പം ഈ കഴിവുണ്ടായപ്പോൾ നമുക്ക് യുദ്ധമുണ്ട്. നമ്മളെല്ലാം യുദ്ധത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കുക. ആ ലാഭം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്രയും മാത്രമാണ് എൻ്റെ ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് വ്യക്തിപരമായ അഭിപ്രായം. യുദ്ധത്തിൽ നിന്ന് ലാഭം നേടാത്ത ഒരാഗ്രഹമില്ല. ഇനിയും ശ്രീ എ സി ജോർജ് വളരെ ചുരുക്കമായിട്ട് ഓക്കെ. ഞാൻ ഏതാണ്ട് 15 മുതൽ 20 മിനിറ്റ് ഈ വിഷയത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാവരും കേട്ടിരിക്കും. എക്സെപ്റ്റ് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ഇപ്പോഴാണ് വന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം കേട്ടില്ല. തോമസ് വലിയാകുന്നത് എനിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എല്ലാം. അപ്പോ പ്രത്യേകിച്ച് എല്ലാവരുടെയും അഭിപ്രായത്തെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കേണ്ടതുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. ഞാൻ എല്ലാത്തിനെയും കൂപ്പുകൈകളോടെ മാനിക്കുന്നു. അപ്പോ വെട്ടാൻ പോകുന്ന പോത്ത്, ഇതേമായി എന്നോട് ചോദിച്ചത് വെട്ടാൻ പോകുന്ന പോത്ത് ഏതാണെങ്കിലും സത്യത്തില് ഒരു പോത്തിനെയും വെട്ടാൻ നമ്മൾ സമ്മതിക്കരുത്. അതായത് ആ പോത്തിനെ വെട്ടാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവസരം പാർത്തിരിക്കണം. ആ പോത്ത് വെട്ടുന്നതാണോ, എന്നാൽ കുറച്ച് അകന്ന് നിന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് അകന്ന് നിൽക്കുക, പറ്റുന്നത്ര അകന്ന് നിൽക്കുക. എന്തിനാ വെട്ടാൻ അനുവദിക്കാതിരിക്കുക? ഓക്കെ, എന്തിനാ നമ്മള് ഒരു സിംഹത്തിന്റെ വായിലേക്ക് എടുത്തിയായിരുന്നു സത്യത്തില്, അല്ലെങ്കിൽ ഒരു പോത്തിന്റെ മുമ്പിലേക്ക് എടുത്തിയായിരുന്നു നമ്മൾ അകന്ന് നിൽക്കുക, പറ്റുന്ന അത്ര. ഓക്കെ, അങ്ങേയറ്റം സംയമനം പാലിച്ചിട്ടും പറ്റാത്ത പക്ഷം മാത്രം നമ്മള് ആ പോത്തിന്റെ കൊമ്പിൽ പിടിച്ച് ഒടിക്കുക, പോത്തിന് തള്ളുക, ആയുധം എടുക്കുക. അന്നേരം മാത്രം സെൽഫ് ഡിഫെൻസിന് മാത്രം, അതാണ് നമ്മള് സെൽഫ് ഡിഫെൻസിന് മാത്രം ഓരോരുത്തർ ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ലോകത്തുണ്ടാവില്ല. ലോകത്ത് ശാന്തിയും സമാധാനവും കളിയാടും. അതാണ് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോ ഇവിടെ സാറ്, നമ്മുടെ സുരേന്ദ്രൻ സാറ് പറഞ്ഞു, ഇതുമാതിരിയുള്ള സാഹിത്യ സാംസ്കാരിക സംഘടനകളിലെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഏത് വിഷയം നമ്മൾ സാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ ഇത്തരം വിഷയങ്ങൾ, ഭൂമിക്ക് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഏത് വിഷയവും ഒരു എഴുത്തുകാരന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന ഒരൊറ്റ വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ പുസ്തകങ്ങൾ നമ്മൾ എഴുതുന്നുണ്ടല്ലോ, ആ പുസ്തകങ്ങൾ ഒരു എഴുത്തുകാരൻ ഇന്ന വിഷയത്തെ പറ്റിയേ എഴുതാവൂ എന്ന് യാതൊന്നുമില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ഹൃദയഭേദകമായ കാര്യങ്ങൾ, ഹൃദയദ്രവീകരണമായ കാര്യങ്ങൾ, ജീവിതവുമായിട്ട്, പച്ചയായ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഏത് വിഷയത്തിന് വേണ്ടിയും ഒരു എഴുത്തുകാരൻ, സാംസ്കാരിക നായകർ അവരുടെ തൂലിനെ ചലിപ്പിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലെങ്കിൽ പിന്നെ എഴുത്തുകാരൻ എന്തിനെ പറ്റിയാ? മനുഷ്യൻ യൂസ്ഫുൾ, പ്രയോജനകരമായിരിക്കണം. അല്ലെങ്കിൽ ചുമ്മാ ചവറായ മനുഷ്യൻ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തോടും ഞാൻ വീണ്ടും യോജിക്കുന്നു. ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. അടുത്തത്